നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങിയത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടെയാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കാനും സ്വയം പ്രതിരോധ ശേഷിയുള്ള ഒരു ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കും മോദി സർക്കാർ ദേശത്തെ നയിച്ചു. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നിരന്തരം മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും മോദി ഭരണകാലത്ത് അതിനൊരു സുസ്ഥിരമായ ദിശയും ദൃഢമായ നയവും ലഭിച്ചു. ശത്രുരാഷ്ട്രങ്ങളുടെ ആക്രമണ ഭീഷണികൾ നേരിടാൻ തയ്യാറായ ഒരു ആധുനിക സൈന്യത്തിനായി മോദി സർക്കാരിന്റെ ശ്രമങ്ങൾ ഇന്ത്യയെ ലോകത്തിലെ ശക്തമായ പ്രതിരോധ ശക്തികളിൽ ഒന്നാക്കി മാറ്റി. അതെത്രമാത്രം കാര്യപ്രാപ്തിയുള്ള സൈന്യത്തെയാണ് വളർത്തിയെടുത്തത് എന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചിരുന്നു കണ്ട പാകിസ്ഥാന്റെ നെഞ്ചുകൂട് തകർത്ത ഇന്ത്യയുടെ തിരിച്ചടിയിൽ നിന്ന് തന്നെ ബോധ്യമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തുടർച്ചയായി ആണവ ഭീഷണി അടക്കം മുഴക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചടിക്കാനുള്ള എല്ലാ മേഖലകളെയും നവീകരിക്കുകയാണ് ഇന്ത്യ. രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. 3 സായുധ സേനകളുടെയും ആക്രമണശേഷിയും കരുത്തും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം 3 സേനാ വിഭാഗങ്ങൾക്കുമായി നിർണായക സംവിധാനങ്ങൾ വാങ്ങുന്നതിന് അംഗീകാരം നൽകി. ട്രാക്കുകളോടുകൂടിയ നാഗ് മിസൈൽ സംവിധാനം വാങ്ങാനുള്ള നിർദ്ദേശത്തിന് DAC അംഗീകാരം നൽകി. GBMES എന്ന് വിളിക്കപ്പെടുന്ന കരാധിഷ്ഠിത മൊബൈൽ ഇലിന്റ് സിസ്റ്റങ്ങൾ, ക്രെയിനുകളുള്ള ഹൈ മൊബിലിറ്റി വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും അനുമതി നൽകി. നാമിസ് മിസൈൽ സംവിധാനം ശത്രുക്കളുടെ യുദ്ധവാഹനങ്ങൾ, ബങ്കറുകൾ, മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർക്കാനുള്ള കരസേനയുടെ ശേഷി വർദ്ധിപ്പിക്കും. ശത്രുക്കളുടെ സിഗ്നലുകൾ 24 മണിക്കൂറും നിരീക്ഷിക്കാനും തന്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കാനും GBMES സഹായിക്കും. ഹൈ മൊബിലിറ്റി വാഹനങ്ങളുടെ വരവ് വിവിധ ഭൂപ്രദേശങ്ങളിൽ സേനയ്ക്കുള്ള ലോജിസ്റ്റിക് പിന്തുണ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നും സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു. ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ, 30 mm നേവൽ സർഫസ് ഗൺ, അഡ്വാൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ, ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം, 76 mm സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ടിങ്ങിനുള്ള സ്മാർട്ട് വെടിക്കോപ്പുകൾ എന്നിവ നാവികസേനയുടെ വാങ്ങൽ പട്ടികയിൽ ഉൾപ്പെടുന്നു. കരവ്യോമസേനകളുമായി ചേർന്ന് സംയുക്ത ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇന്ത്യൻ നാവികസേനയ്ക്ക് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ വളരെ ഉപയോഗപ്രദമാകും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ 8 നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ് അഡ്വാൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ. ഇതിന് പരമ്പരാഗത ആണവ മിഡ്ജറ്റ് അന്തർവാഹിനികളെ ലക്ഷ്യമിടാൻ കഴിയും. 30 mm നേവൽ സർഫസ് ഗണ്ണുകൾ നാവികസേനയുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും ശേഷി വർദ്ധിപ്പിക്കും. വ്യോമസേനയുടെ നിർദ്ദേശങ്ങളിൽ കൊളാബറേറ്റീവ് ലോങ് റേഞ്ച് ടാർഗറ്റ് സാച്ചുറേഷൻ സിസ്റ്റം വാങ്ങുന്നതിന് DAC അനുമതി നൽകി. ദൗത്യ മേഖലയിൽ സ്വയം ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും ലക്ഷ്യം കണ്ടെത്താനും ഈ സംവിധാനത്തിന് കഴിയും. മോദി ഭരണകാലത്തെ പ്രതിരോധ വികസനം വെറും ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും അപ്പുറമുള്ളതാണ്. അത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയും സ്വതന്ത്രതയും പ്രതിദാനം ചെയ്യുന്നു. മോദിയുടെ ദൂരദർശിത്വവും ശക്തമായ നേതൃത്വവുമാണ് ഇതിന് പിന്നിൽ. ഇന്ന് ഇന്ത്യ തനിക്കെതിരെ വരുന്ന ഏതൊരു ഭീഷണിയെയും അഭിമാനത്തോടെ നേരിടാൻ സജ്ജമാണ്. ശക്തമായ പ്രതിരോധം, ആത്മനിർഭർ ഭാരത്, ഈ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് മോദി സർക്കാർ പുതിയ ഭാരതത്തിന്റെ പ്രതിരോധ കഥ എഴുതുന്നത്. അതിൽ പാകിസ്ഥാന്റെ പതനമാണ് പ്രഥമ ലക്ഷ്യമെന്നതും വാസ്തവമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച